അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക കേട്ടോ. ഒരു 6 തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗ്യാസൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടേ നമ്മൾ കൊതുമ്പും തേക്കിൻ്റെ കമ്പും വെച്ചിട്ടാട്ടോ കത്തിക്കണം. ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പം കുറച്ച് വട്ടൽമുളക് ഇട്ട് കൊടുക്കുവാണ്. മുളക് പൊടി ചിലപ്പോൾ ലാസ്റ്റ് കുറച്ച് ഇടും, പക്ഷെ എനിക്ക് മുളകിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇനി ഉള്ളി പൊളിക്കാനുണ്ട്, നമുക്ക് ഉള്ളിയും കൂടെ സെറ്റാക്കാനുണ്ട്. ഉള്ളി പൊളിക്കാൻ പോവാം കേട്ടോ. തേങ്ങ അത്യാവശ്യം വാടിയിട്ടുണ്ട്. നല്ല ചൂടായ കാരണം ഞാനിപ്പം കുറച്ച് കൊതുമ്പ് വെച്ച് ചെറിയ രീതിയിൽ തീ വെച്ചേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളി ചേർക്കാൻ പോവാം. നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി ആദ്യമായിട്ട ഉള്ളി ഒരുപാട് കരിയും. അതുകൊണ്ട് മുളകും തേങ്ങയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. തീരെ ചെറിയ ഉള്ളി ആയിരുന്നുണ്ട്, പൊളിക്കാൻ അത്ര കഷ്ടപ്പെട്ട്. നല്ല എരിയുണ്ട്. അടുപ്പിൻ്റെ ചൂടും ഉള്ളിയുടെ എരിയും കൂടെ കണ്ണും മുഖമൊക്കെ പോഞ്ഞിട്ട് വയ്യ. ചൂട് ഒടുക്കത്തെ ചൂടല്ലേ, അതിനിടയ്ക്ക് അടുപ്പും കന്നിട്ട് നല്ല സുഖം. ആവും. അപ്പം ഞാൻ കൊതുമ്പ് മാത്രം വെച്ച് ചെറിയ രീതിയിൽ തീ കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഇത് ഒരുപാട് കരിയും തേങ്ങ. അപ്പം ഇത് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. അങ്ങനെ ഇവിടെ തേങ്ങ ഇവിടെ വറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല ബ്രൗൺ കളറാവണം. അപ്പോൾ ഞാൻ ചെറിയ തീയിലിങ്ങനെ പതുക്കിളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാവാൻ കുറച്ച് സമയം എടുക്കും. ആ നേരം കൊണ്ട് ഞാൻ വേഗം ചോറിനാന്ന് വിചാരിച്ചു. ഇച്ചിരി പപ്പടം കാച്ചിയാലോ. ഇതിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാട്ടോ. അങ്ങനെ പപ്പടം കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനാൻ പോവാം. സാമ്പാറുണ്ട്, വഴുതനങ്ങാവും മെഴുക്ക് വരട്ടിയുണ്ട്. വഴുതനങ്ങയൊക്കെ ഇവിടെ ഉണ്ടായതാട്ടോ നമ്മളുടെ വീട്ടിൽ. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയുടെ കുറച്ച് ബാക്കിയുണ്ടായി, അത് ഞാൻ കാലിയാക്കി. അപ്പോൾ ഞാൻ വേഗം ഊണ് കഴിക്കട്ടെ. എനിക്ക് സാമ്പാർ കൂട്ടാൻ അത്ര ഇഷ്ടമല്ല ചോറിന്. ഇഡലിയും ദോശയുള്ളപ്പോൾ രാവിലെ കാപ്പിക്ക് എളുപ്പത്തിനാണ് സാമ്പാർ ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് ഞാൻ വേഗം പപ്പടം കാച്ചി. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. അങ്ങനെ 1:45 മണിയായിട്ടുണ്ട്. ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് വന്നു. തേങ്ങ കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ആവാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തീ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ, എനിക്ക് കിടക്കാം. ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് രാത്രി ആയപ്പോഴേക്കും കൂടി നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. പിന്നെ അപ്പടി ഛർദ്ദിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആയി. നോക്കിയപ്പോൾ പെയിൻ കില്ലറും ഇല്ല. പിന്നെ ഹസ്ബൻഡ് വന്നപ്പം 10 മണി 10:30 കഴിഞ്ഞു രാത്രി. അപ്പോൾ ആ സമയത്ത് ആൾ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഗുളിക കഴിച്ച് രാത്രി ഒന്നും കഴിച്ചൊന്നുമില്ല, വേഗം കിടന്നിട്ട്. അപ്പോൾ ഇത് സെറ്റായിട്ട് വേണം എനിക്ക് കുറച്ച് നേരം ഉറങ്ങാൻ. യൂക്കിയൊക്കെ ഉണ്ടോ? യൂക്കി മീനൊക്കെ തട്ടി കിടന്ന് ഉറക്കമായിരുന്നു. മതിയായില്ല എന്ന് തോന്നുന്നു ഉറക്കം. ഞാൻ കുഞ്ഞി എന്നെ എടുക്കുവാന്ന് നോക്കാൻ വന്ന. എന്നാ കുഞ്ഞ യുക്ക 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 കുഞ്ഞ.
അങ്ങനെ നമ്മുടെ തേങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ വറുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ചെറിയൊരു ശകലം ഒരു മുളക് പൊടി 1 സ്പൂൺ. അപ്പോൾ അത് കഴിഞ്ഞ് ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ റെഡിയായിട്ടുണ്ട്. അപ്പോൾ തീ കെടുത്തിയിട്ടുണ്ട്, ചെറിയ കനലുണ്ട്. ഞാനപ്പോൾ ഈ കനലിൽ തന്നെ വച്ചേക്കാൻ പോവാണ്. കാരണം ഈ ചൂട് കൊണ്ട് തേങ്ങ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിന് ശേഷം ആറി കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്, ചമ്മന്തി പൊടിക്കാൻ പോവാണ്. അങ്ങനെ ചമ്മന്തി നമ്മുടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വെക്കണം. ഉപ്പും പുളിയും ചേർത്തെല്ലാം നല്ലപോലെ മിക്സാക്കണം. പുളിയുടെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ മിക്സിയിൽ അടിക്കാനായിട്ട്. ഇനി കുറച്ച് ശർക്കര തിരുമ്മിയിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടിലൊക്കെ. എങ്കിലും ഇടയ്ക്ക് നമുക്ക് കറിയൊക്കെ കുറവുള്ളപ്പോൾ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോ വന്നേരെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.